തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിൽ രക്ഷിതാക്കളുടെ മൊഴി സാധൂകരിക്കുന്ന തെളിവ് ലഭിച്ചില്ല. മൊഴിയിൽ പറയുന്ന സമയത്ത് തട്ടിക്കൊണ്ടുപോകൽ നടന്നതിനും തെളിവില്ല. ആ സമയത്ത് പരിസരത്ത് അസ്വാഭാവിക നീക്കങ്ങളില്ലെന്നും പോലീസ് വൃത്തങ്ങൾ പറയുന്നു. ഇന്നലെ മുതലുള്ള CCTVയും പോലീസ് പരിശോധിക്കുകയാണ്. ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരി, അങ്ങനെയെങ്കിൽ ഈ കേസ് ആകെ കുഴഞ്ഞു മറിയുന്ന ലക്ഷണമുണ്ട്. എന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ സഹോദരൻ ആദ്യം പറഞ്ഞത് ഏകദേശം 1 മണിയോടെ, രാത്രി 1 മണിയോടുകൂടി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്താണ് ഈ കുഞ്ഞിനെ മിഠായി കാണിച്ച് 2 പേർ, മഞ്ഞ സ്കൂട്ടറിലെത്തിയ 2 പേർ തട്ടിക്കൊണ്ടുപോയതെന്നുള്ളതാണ്. ഇപ്പോൾ ആ സമയത്തിലടക്കം അവ്യക്തത നിലനിൽക്കുമ്പോൾ CCTV പരിശോധന ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലാവുന്നു. ഏത് സമയം മുതൽ അന്വേഷിക്കണം, ഏത് സമയത്തിന് മുമ്പത്തേക്ക് അന്വേഷിക്കണം എന്നൊക്കെയുള്ള കാര്യത്തിൽ ആകെ കൂടി അവ്യക്തത. ഈ ഒരു പ്രതിസന്ധി എങ്ങനെ മറികടക്കും പോലീസ്? എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ പുരോഗതി? സൈഫുദ്ദീൻ, ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ലഭിച്ചിട്ടുള്ള മൊഴികളൊന്നും തന്നെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷെ പോലീസിന് വളരെ കൃത്യമായിട്ടുള്ള സൂചനയുണ്ട്, ചില ധാരണകളുണ്ട്, ചില അനുമാനങ്ങളുണ്ട്. അതനുസരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ അല്പം മുമ്പ് അനൌദ്യോഗികമായി പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരു മൊഴിയെടുക്കൽ രൂപത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതൊരു പക്ഷേ ഈ കേസിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതായത് വിവിധ ഘട്ടങ്ങളിലായി നൽകിയിട്ടുള്ള മൊഴികൾ ഒന്നും തന്നെ പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. പോലീസിന്റേതായ ചില കണ്ടെത്തലുകളുണ്ട്. അതായത് ഈ മൊഴികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് സ്കൂട്ടറിന്റെ കഥയാണ്. അതായത് ഒരു മഞ്ഞ സ്കൂട്ടറിലെത്തിയാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്ന ഒരു മൊഴി. ഈ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. മാത്രമല്ല, സംഭവം നടന്ന സ്ഥലത്തിനു ചുറ്റുമുള്ള CCTVകൾ പരിശോധിച്ചു. മറ്റു പല സ്ഥലങ്ങളിലെ, ഈ വാഹനം പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഈ CCTV ദൃശ്യങ്ങളിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ മഞ്ഞ സ്കൂട്ടർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ മഞ്ഞ സ്കൂട്ടറിന്റെ കഥ പോലീസ് ഏറെക്കുറെ തള്ളിയ മട്ടാണ്. പക്ഷെ അപ്പോഴും ഈ CCTV ഈ സംഭവം നടന്ന സ്ഥലത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇടവഴികളിൽ കൂടി പോയിരിക്കാനുള്ള സാധ്യത കൂടി പോലീസ് കണക്കിലെടുക്കുന്നുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് മാത്രം പൂർണ്ണമായി തള്ളാതെ ഇപ്പോഴും സ്കൂട്ടറിന്റെ കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇത് സാധൂകരിക്കുന്നതിന് വേണ്ട തെളിവുകൾ പോലീസിന്റെ പക്കൽ ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രമല്ല, ഈ മൊഴികളിൽ അവ്യക്തതയുണ്ട്, വൈരുദ്ധ്യമുണ്ട്. കാരണം ആദ്യം ഈ കുട്ടിയുടെ സഹോദരൻ, ഏറ്റവും മൂത്ത സഹോദരൻ മൊഴി നൽകിയത് കുട്ടിയെ ചോക്ലേറ്റ് കാണിച്ചു വിളിച്ച് സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു. ഇത് പിന്നീട് മൊഴി മൂത്ത സഹോദരൻ മാറ്റി, സീനു എന്ന് പറയുന്ന മൂത്ത സഹോദരൻ മാറ്റി സീനു പറഞ്ഞത് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. അതായത് ചോക്ലേറ്റ് കാണിച്ചു വിളിച്ചു വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി എന്നുള്ളത് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാക്കി, പിന്നീട് ഇത് ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോകൽ എന്നുള്ളതാക്കി. അപ്പോൾ ഇത്തരത്തിൽ മൊഴി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സീനു പറഞ്ഞത് താൻ ഈ മൊഴിയൊക്കെ പറയുന്നത് തന്റെ അനിയൻ, അതായത് ഈ 4 മക്കളിൽ 2ാമത്തെ ആളായിട്ടുള്ള ഈ മേരി എന്ന് പറയുന്ന കുട്ടിക്കൊപ്പം കിടന്നുറങ്ങിയിരുന്ന സഹോദരൻ, 2ാമത്തെ ആൾ, ഇയാൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താൻ മൊഴി നൽകിയത് എന്നുള്ളതാണ് ഈ മൂത്ത സഹോദരൻ പറയുന്നത്. അതായത് ചുരുക്കത്തിൽ ഈ കേസിൽ ഒറ്റ ദൃക്സാക്ഷി മാത്രമാണുള്ളത്. അത് ഈ കുട്ടിയോടൊപ്പം കിടന്നിരുന്ന സഹോദരൻ, 2ാമത്തെ സഹോദരനായിട്ടുള്ള ആൾ മാത്രമാണ്. ഈ ദൃശ്യങ്ങൾ, അതായത് 6 വയസ്സ് മാത്രമേ ഉള്ളൂ ആ കുട്ടിക്ക് എന്നുള്ളത് ശ്രദ്ധിക്കണം. ആ കുട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പോലീസിന്റെ പക്കലുള്ളത്. ആ കുട്ടി മൂത്ത സഹോദരനോട് പറയുന്നു, മാതാപിതാക്കളോട് പറയുന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ മൊഴി ലഭിച്ചിരിക്കുന്നത്. പക്ഷെ പോലീസിനെ സംബന്ധിച്ച് ഇതിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നത് ഒരു ഘട്ടത്തിൽ ഈ മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് വേണ്ടത്ര രീതിയിലുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. കാരണം ഇത് ഹിന്ദി ആയിരുന്നില്ല, ബീഹാറിലെ ഏതോ ഒരു പ്രാദേശിക ഭാഷയായിരുന്നു ഇവർ സംസാരിച്ചിരുന്നത്. പിന്നീട് കമ്മീഷണർ അടക്കം എത്തിക്കൊണ്ട് ഒരു വിധത്തിൽ ആ പ്രതിസന്ധി മറികടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോഴും പൂർണ്ണമായി അതിന് കഴിഞ്ഞിട്ടില്ല. തനിച്ചിരുത്തി ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടായി. കുട്ടിയുടെ അച്ഛനെ തനിച്ചിരുത്തി ചോദ്യം ചെയ്യലുണ്ടായി. കാരണം ഇന്നലെ രാത്രിയായിരുന്നു സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ സാന്നിധ്യം, ഈ മാതാപിതാക്കളുടെ സാന്നിധ്യം സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. അതായത് ഇതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല, കണ്ടില്ല. ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഇവരുടെ നിലവിളി കേട്ട് മാത്രം, ഈ സഹോദരന്റെ നിലവിളി കേട്ട് മാത്രമാണ് തങ്ങൾ അറിഞ്ഞത് എന്നുള്ളതായിരുന്നു മാതാപിതാക്കളുടെ മൊഴി. ആ മൊഴി പൂർണ്ണമായിട്ടും പോലീസ് വിശ്വാസത്തിൽ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ കൂടുതൽ മാറ്റിയിരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കമ്മീഷണർ നേരിട്ട് കടന്നു. അദ്ദേഹം അങ്ങനെയെങ്കിൽ ആ കഥ പോലീസ് വിശ്വസിക്കുന്നില്ല എങ്കിൽ, എന്നുവെച്ചാൽ അപരിചിതരായ അജ്ഞാതരായ 2 പേരെത്തി രാത്രി
1 മണിയോടുകൂടി കുഞ്ഞിനെ മിഠായി കാണിച്ചു തട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ള കഥ പൂർണ്ണമായും ഇപ്പോഴത്തെ ഈ തെളിവുകളുടെ അല്ലെങ്കിൽ മൊഴികൾ വൈരുദ്ധ്യമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് തള്ളുന്നുണ്ടെങ്കിൽ മറ്റെന്തൊക്കെ സാധ്യതകൾ, അതായത് സൂചനകളുടെ അടിസ്ഥാനത്തിൽ മറ്റെന്തൊക്കെ സാധ്യതകൾ ആരായുന്നുണ്ട് ഇതിനകം പോലീസ്? ഈ തട്ടിക്കൊണ്ടുപോയതാണോ, കുട്ടിയെ കാണാതായതാണോ, തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ തന്നെയും ഇവർക്കറിയാവുന്ന ആളുകളാണോ, നേരത്തെ ഇവരുമായി ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളിൽ ബന്ധപ്പെട്ടവരോ ആളുകൾക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ടോ? അങ്ങനെയുള്ള ഏതൊക്കെ സാധ്യതകൾ ആരായുന്നുണ്ട് പോലീസ്?